ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ കൊണ്ട് ഒരു തോരനാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു പകുതി കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പകുതി സവാള ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള വറ്റൽമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവുന്നതിനാവശ്യമായ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാട്ടോ. നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് നല്ല പോലെ മെഴുക്ക് പുരട്ടിയൊക്കെ എടുക്കുന്ന പോലെ വഴറ്റിയെടുക്കാട്ടോ. ഞാൻ എപ്പോഴും വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിക്കും, എന്നിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും കുമ്പളങ്ങയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. നമ്മൾ തീരെ കനം കുറച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാനിതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയാണ് കേട്ടോ തേങ്ങാപ്പീര ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കുമ്പളങ്ങ ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ. അങ്ങനെ കുമ്പളങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ ചോറിൻ്റെ കൂടെ ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരും അതിൻ്റെ കൂടെ ഈ ഒരു കുമ്പളങ്ങ തോരനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.